ഹായ് ഫ്രണ്ട്സ്, ഐശ്വര്യാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുക വിവിധ ഇനം അടയ്ക്കാമര തൈകളെ പറ്റിയാണ്. 3 തരം അടയ്ക്കാമര തൈകളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുക. ഒന്നാമത്തെ ഇനമാണ് ഇൻഡർസിമംഗള, രണ്ടാമത്തെ ഇനമാണ് കാസർഗോഡൻ, മൂന്നാമത്തെ ഇനമാണ് മോഹിത് നഗർ. ഈ 3 ഇനങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹം. ഒന്നാമത്തെ ഇനം ഇൻഡർസിമംഗള. ഇൻഡർസിമംഗള എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മംഗളയും മോഹിത് നഗറും തമ്മിലുള്ള ക്രോസ് ബ്രീഡാണ് ഇൻഡർസിമംഗള. ഇതിൻ്റെ പ്രത്യേകത മംഗളയുടെയും മോഹിത് നഗറിൻ്റെയും രണ്ടിൻ്റെയും ഗുണം നമുക്ക് ഈ അടയ്ക്കാമരത്തിൽ കിട്ടുന്നു. എന്ന് വെച്ചാൽ വളരെ പൊക്കം കുറവായിരിക്കും, അതായത് ഒരു 15 അടിയൊക്കെ മാക്സിമം പൊക്കം വരുന്ന ഒരു തൈയായിരിക്കും. ധാരാളം അടയ്ക്ക ഉണ്ടാകുന്നു, 3 വർഷം കൊണ്ട് കായ്ക്കുന്നു എന്നുള്ളതാണ് ഈ അടയ്ക്കാമര തൈകളുടെ പ്രത്യേകത. രണ്ടാമത്തെ ഇനം ആണ് മോഹിത് നഗർ. മോഹിത് നഗറിൻ്റെ പ്രത്യേകത സാധാരണ അടയ്ക്കാമര തൈകളെ അത്രയും വരില്ല, ഏകദേശം അതിന് 3/4 ഭാഗത്തോളം ഒരു 20-25 അടിയൊക്കെ ഹൈറ്റ് വരുന്ന ഇനം അടയ്ക്കാമര തൈയാണിത്. അത് ധാരാളം അടയ്ക്കയുണ്ടാകുന്നു. ഒരു കൊലയിൽ ഏകദേശം ഒരു 800ഓളം അടയ്ക്കയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരിനമാണ്. പ്രതിരോധശേഷിയുള്ള നല്ല ഇനം അടയ്ക്കാമര തൈയാണ് മോഹിത് നഗർ അടയ്ക്ക. മൂന്നാമത്തെ ഇനമാണ് കാസർഗോഡൻ അടയ്ക്ക. കാസർഗോഡൻ അടയ്ക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ അടയ്ക്കയ്ക്ക് സാദൃശ്യമായതാണ്. അതായത് നാടൻ അടയ്ക്കയുടെ അത്രയും ഹൈറ്റ് വരുന്ന ഒരു അടയ്ക്കാമരമാണ്. അത് കായ്ക്കാനായിട്ട് ഏകദേശം 4 മുതൽ 4.5 വർഷം വരെയൊക്കെ സമയമെടുക്കും. ഒരു കൊലയിൽ ഏകദേശം 1200 മുതൽ 1500 വരെ അടയ്ക്കകൾ കിട്ടുന്നു. അടയ്ക്ക സാമാന്യം ചെറുതാണെങ്കിലും ഉള്ളത് നല്ല തൊണ്ട് നല്ല കനമുള്ള നല്ല കാമ്പുള്ള അടയ്ക്കാമര തൈയാണ്. അടയ്ക്കയ്ക്ക് പറ്റിയ ഒരു തൈയാണ്. അതുകൊണ്ട് കാസർഗോഡൻ അടയ്ക്ക ഇനം. ഇനി ഞാൻ നിങ്ങളെ ഈ തൈകൾ നടുന്ന രീതി നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്കറിയാം ഈ 3 ടൈപ്പ് അടയ്ക്കാമര തൈകൾ നടുന്ന രീതികളൊക്കെ ഒന്ന് തന്നെയാണ്, കൃഷി രീതിയിലെല്ലാം ഒന്ന് തന്നെയാണ്. അത് നടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ രീതിയിൽ 1.5 അടി സമചതുരമുള്ള ഒരു കുഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയകളാണെങ്കിൽ ഒരു കുഴിയും മറ്റു കുഴിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2 മീറ്ററാണ്, അല്ലെങ്കിൽ 8 അടിയെങ്കിലും അകലത്തിൽ വെച്ച് നമ്മൾ കുഴികൾ തയ്യാറാക്കണം. 1.5 അടി സമചതുരമുള്ള കുഴികൾ എടുത്തിട്ട് ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് ഇടുന്ന മണ്ണിൻ്റെ അകത്ത് ഉണങ്ങിയ ചാണകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കമ്പോസ്റ്റ്, കുറച്ച് മസൂറി ഫോസ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതെല്ലാം കൂടി ആ മണ്ണിൽ മിക്സ് ചെയ്ത് ആ കുഴിയിലേക്ക് തട്ടിയിട്ട ശേഷം അതിൽ ഒരു ചെറിയ കുഴി എടുത്തിട്ട് വേണം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന അടയ്ക്കാമര തൈകൾ നടാനായിട്ട്. ഇനി നഴ്സറിയിൽ നമ്മൾ അടയ്ക്കാമര തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാം. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അടയ്ക്കാമര തൈകളാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് കണ്ണാടിക്കനം നമ്മൾ ശ്രദ്ധിക്കണം. അടയ്ക്കാമര തൈയുടെ എപ്പോഴും കണ്ണാടിക്കനമാണ് നോക്കുന്നത്. നല്ല കണ്ണാടിക്കനമുള്ള തൈകൾ നോക്കി നമ്മൾ ഇതുപോലെ 3-4 ഇലകൾ ഈ തിരിഞ്ഞ അടയ്ക്കാമര തൈയാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അടയ്ക്കാമര തൈകൾ വാങ്ങിച്ച് ഇതിൻ്റെ കവറ് പൂർണ്ണമായും കീറിക്കളഞ്ഞതിന് ശേഷം അത് ഈ മണ്ണിൽ നടണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടിയും മണ്ണും ഇതൊക്കെ മിക്സ് ചെയ്ത് അത്രയും വലിയ കുഴി എടുക്കാമെന്ന് ചോദിച്ചാൽ ആ കുഴി മണ്ണ് ഇളക്കമുണ്ടായിരിക്കാനും വളമുള്ള മണ്ണായിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ അടയ്ക്കാമര തൈകളുടെ നടിയിൽ പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ തുടർന്ന് നമുക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ കമ്പോസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ വളമായിട്ട് ഏതെങ്കിലും 18 അങ്ങനെയുള്ള കെമിക്കൽ രാസവളങ്ങൾ ചേർക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 2 വർഷം 3 വർഷം കഴിയുമ്പോഴേക്കും അടയ്ക്ക ഒരുവിധം വലിപ്പമാവും. ആ സമയം അയക്കുമ്പോൾ വളം ചെയ്യുന്നതിൻ്റെ ഏകദേശം 15 ദിവസം മുമ്പെങ്കിലും നമ്മൾ കുമ്മായം വിതറി കൊടുക്കുന്നത് നന്നായിരിക്കും. ആ കുമ്മായം വിതറി കൊടുത്ത ഏകദേശം 15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ വളം ചെയ്യാവൂ. കുമ്മായം വിതറുന്നതിനുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അമ്ലക്ഷാര ഗുണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് അതുപോലെ തന്നെ അടയ്ക്കാമര തൈകളുണ്ട് അടയ്ക്ക കരിമ്പൂതൽ മുതലായ കാര്യങ്ങൾ അസുഖങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതും കുമ്മായം ചേർക്കുന്നതായിരിക്കും. കുമ്മായം ചേർത്ത് 15 ദിവസത്തിന് ശേഷം നമുക്ക് മറ്റ് വളം പ്രയോഗം ചെയ്യാവുന്നതാണ്. വലിയ അടയ്ക്കാമര തൈകൾക്ക് ഏകദേശം 3 വർഷം പ്രായത്തിന് ആയിക്കഴിഞ്ഞ അടയ്ക്കാമര തൈകൾക്ക് വേനൽക്കാലങ്ങളിൽ നമ്മൾ ബോഡോ മിശ്രിതം, അതായത് തുരിശും ചുണ്ണാമ്പും ചേർത്ത മിശ്രിതം ആ തണ്ടിൽ അടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും, പൂശി കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വന്നാൽ വെയിലിന് ചെറുത്ത് നിൽക്കാനായിട്ടും കീടങ്ങളൊക്കെ ചെറുക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടൊരു കാര്യം. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാലവർഷം ആരംഭത്തോടു കൂടി നമ്മൾ അടയ്ക്കാമരത്തിൽ ബോഡോ മിശ്രം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റു കീടങ്ങളെ ഒഴിവാക്കാൻ, അതായത് ഫംഗസ് ബാധകളെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നന്നായിരിക്കും. ബോഡോ മിശ്രം ഉണ്ടാക്കുന്നതിന് നമുക്ക് തുരിശും ചുണ്ണാമ്പുമാണ് പ്രധാനമായിട്ടും ആവശ്യം. അതിന് കൃത്യമായ അനുപാതമുണ്ട്. ആ അനുപാതത്തിൽ മാത്രം നമ്മൾ മിക്സ് ചെയ്താൽ മാത്രമേ ബോഡോ മിശ്രം ആവുള്ളൂ. അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫൈറ്റോലാൻ അല്ലെങ്കിൽ ഫൈട്രോക്സ് എന്ന് പറയുന്ന പൗഡർ വാങ്ങിച്ചിട്ടും അത് നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നാലും മതിയായിരിക്കും. അതില്ലെങ്കിൽ നമുക്ക് ബോഡോ മിശ്രം ആയിരിക്കും നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാവുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക്
1 കിലോ നീറ്റുകക്ക 1 കിലോ തുരിശ് 100 ലിറ്റർ വെള്ളത്തിൽ അനുപാതത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് കുറേ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും നല്ലത് ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് എടുക്കുന്ന ഫൈറ്റോലാനോ ഫൈറ്ററോക്സോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇതുപോലെ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് 3 വർഷം കൊണ്ട് ഇൻഡർസി മംഗളയും 4 വർഷവും 4.5 വർഷം കൊണ്ട് മോഹിത് നഗറും കാസർഗോഡിനും നമുക്ക് കായ്ഫലം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കർഷകർക്കും ധാരാളം അടയ്ക്കകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ കൃഷി ചെയ്യാനായിട്ട് ഒരുങ്ങുക. ഈ തരത്തിലുള്ള 3 അടയ്ക്കാമരത്തൈകളും ഐശ്വര്യഗ്രാമിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഐശ്വര്യഗ്രാമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.